ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയ അല്പാനാമപി വസ്തൂനാം സംഹതിഹി കാര്യസാധിക. അതായത് എന്താണ്? ചെറിയ ചെറിയ വസ്തുക്കളുടെ പോലും കൂട്ടായ്മ വലിയ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സഹായിക്കും. അപ്പൊ നമുക്ക് നോക്കാം. കാനിചൻ മിത്രാണി വിദ്യാലയസ്യ ഗ്രീഷ്മാവകാശേ പുണ്യക്ഷേത്ര ദർശനായ ദേവഭൂമിം ഉത്തരാഖണ്ഡം അഗച്ഛൻ. ചില കൂട്ടുകാര് സ്കൂളിൻ്റെ സമ്മർ വെക്കേഷനിൽ പുണ്യക്ഷേത്ര ദർശനത്തിനായി ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൽ പോയി. തദാനിം വർഷാരംഭകാലഃ ആസീത്. അത് മഴയുടെ തുടക്കകാലമായിരുന്നു. മഴ തുടങ്ങുന്ന സമയമായിരുന്നു. സർവേ അപ്പി ഗൗരികുണ്ഡ നാമകം സ്ഥാനം പ്രാപ്തവന്തഃ. എല്ലാവരും ഗൗരികുണ്ഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നു. യഥാ തേ ശ്രീ കേദാർ ക്ഷേത്രം ആരോഹന്തഃ ആസൻ തദാ ലക്ഷ്യപ്രാപ്തേഹി പൂർവം വേഗേന വൃഷ്ടിഃ ആരബ്ധ. എപ്പോഴാണോ അവർ ശ്രീ കേദാർ ക്ഷേത്രത്തിലോട്ട് കയറി തുടങ്ങിയത്, അപ്പോഴേക്കും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ മഴ തുടങ്ങി. സഹസ സർവത്ര അന്ധകാരഃ പ്രസൃതഃ. പെട്ടെന്ന് എല്ലായിടത്തും ഇരുട്ട് പടർന്നു. നദ്യാഃ തീവ്രജലവേഗേന സേതുഃ ഭഗ്നഃ. നദിയിലെ ശക്തമായ വെള്ളപ്പാച്ചിൽ കാരണം പാലം തകർന്നു. പർവ്വതസ്ഖലനം സഞ്ജാതം. ഉരുൾപൊട്ടലുണ്ടായി, അതായത് ലാൻഡ്സ്ലൈഡ് ഉണ്ടായി. സർവേ അപ്പി ഉച്ചസ്വരേണ അക്രന്ദൻ ഈശ്വരൻ പ്രാർത്ഥയന്തം ച. എല്ലാവരും ഉച്ചസ്വരത്തിൽ കരയുകയും ഈശ്വരനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്താ അവർ പ്രാർത്ഥിച്ചേ? ഹേ ഭഗവാൻ, ഹേ ഭഗവാനെ, രക്ഷ അസ്മാൻ രക്ഷയിതി. രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന്. സർവേഷാം അധൈര്യം ദൃഷ്ട്വാ നായകഃ സുധീരഃ. എല്ലാവരുടെയും ധൈര്യം പോകുന്ന കണ്ട നായക്, അതായത് ലീഡറായ സുധീർ സർവാൻ സാന്ത്വയൻ, എല്ലാവരെയും സാന്ത്വനിപ്പിക്കുകയും പ്രേരയഞ്ച അവതത്, മോട്ടിവേറ്റ് ചെയ്തിട്ടും കൂടി പറഞ്ഞു. മോട്ടിവേറ്റ് ചെയ്തിട്ട് എന്താ പറഞ്ഞേ? നായകഃ. ആട്ടെ, ഇത് കേട്ട ലീഡർ എന്താ പറഞ്ഞേ? ലീഡർ പറയാണ്, ഐ ബഹു മിത്രാണി, ഹേ കൂട്ടുകാരെ, അസ്മിൻ വിപത്കാലേ, ഈ ആപത്ഘട്ടത്തിൽ വയം നമുക്ക് ധൈര്യം അവലംബ്യ, ധൈര്യം കൈവിടാതെ, കമപി ഉപായം ചിന്തയാമഹ, എന്തെങ്കിലും ഉപായം ചിന്തിക്കാം. ദിനേശഃ. ഇത് കേട്ട ദിനേശ് പറയാണ്, സവിഷാദം, വളരെ സങ്കടത്തോടെ, അരേ ഭ്രാതഃ, ഹേ സഹോദര, കിം വദസി, എന്താണ് പറയണത്? അസ്മാകം മൃത്യുഹു ഏവ സന്നികടേ അസ്തി, നമ്മുടെ മരണം ഇതാ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏവം ചേത് കഥം ഉപായഃ ചിന്തനീയഃ. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഒരു പോംവഴി ചിന്തിക്കുക? എങ്ങനെയാണ് ഒരു ഉപായം ചിന്തിക്കുക? നായകഃ. മിത്ര, കൂട്ടുകാരാ, വിഷാദം മാക്കുരു, വിഷമിക്കാണ്ടിരിക്കൂ. യഥാ വൃഷ്ടിഃ ശാന്ത വാതാവരണം ച സ്വച്ഛം ഭവിഷ്യതി. എപ്പോഴാണോ മഴയൊന്ന് ശാന്തമാവുക, അതേപോലെ അറ്റ്മോസ്ഫിയർ ഒന്ന് ശുദ്ധമാവുക, അതായത് അനുകൂലമാവുക, തഥാ അപ്പോൾ വയം നമ്മൾക്ക് സംഭൂയ ഒരുമിച്ച് സേതും മാർഗം ച നിർമ്മായ, പാലവും വഴിയും നിർമ്മിച്ച് പുനഃ സ്വലക്ഷ്യം പ്രതി ഗമിഷ്യാമഹ, നമുക്ക് ഒന്നുകൂടി സ്വന്തം ലക്ഷ്യത്തേക്ക് പോകാം. ആട്ടെ, ഇത് കേട്ട സുരേഷ് എന്താ പറഞ്ഞേ? സുരേഷ് പറയാണ്, ഏതസ്യാം സ്ഥിതൗ, ഈ സാഹചര്യത്തിൽ വയം നമുക്ക് കിമേതത് അത്യന്തം, എങ്ങനെയാണ് ഏറെ ദുസാധ്യം അസംഭവ്യം ച കാര്യം, പ്രയാസമേറിയതും അസാധ്യവുമായ കാര്യം കർത്തും ശക്നുമഃ, ചെയ്യാൻ സാധിക്കുക. നമുക്ക് എങ്ങനെയാ ഇത്ര പ്രയാസമേറിയതും അസാധ്യവുമായിട്ടുള്ള കാര്യം ചെയ്യാൻ സാധിക്കുക? നായകഃ. ഇത് കേട്ട ലീഡർ പറയാണ്, പ്രിയമിത്രാണി, പ്രിയപ്പെട്ട കൂട്ടുകാരെ, വയം ആത്മവിശ്വാസ ബലേന, നമുക്ക് ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ, ഇതം അസംഭവ്യമപി കാര്യം, ഈ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം പോലും സംഭൂയ ഒന്നിച്ചു ചേർന്ന് അവശ്യം സാധിക്കും ശക്നുമഃ, ഉറപ്പായും സാധിച്ചെടുക്കാൻ
സാധിക്കും. ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം പോലും സാധിച്ചെടുക്കാൻ സാധിക്കും. തേന അസ്മാകം ലക്ഷ്യപ്രാപ്തി പ്രാണരക്ഷാ ച അപി ഭവിഷ്യതി. ഇതിലൂടെ നമുക്ക് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും പ്രാണരക്ഷയും ഉണ്ടാവും. പ്രാണൻ നമുക്ക് രക്ഷിക്കാൻ കൂടി കഴിയും. കപിലഃ കിം ഇദം സംഭവതി? ഇത് സാധ്യമാണോ? നായകഃ നൂനം സംഭവതി മിത്ര. ഇത് ഉറപ്പായും പോസിബിൾ ആണ് സുഹൃത്തെ. അസ്മിൻ പ്രസംഗേ അഹം ഹിതോപദേശസ്യ ഏകാം കഥാം ശ്രാവയാമി. ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾക്ക് ഹിതോപദേശത്തിൽ ഒരു കഥ കേൾപ്പിച്ചു തരാം. സർവേ അപ്പി. ഇത് കേട്ട എല്ലാവരും കൂടി പറയാണ് ഉത്കണ്ഠയ, അതായത് വളരെ ഉത്കണ്ഠയോടെ. കാ കഥ? എന്ത് കഥ? വദ മിത്ര വദ. പറയൂ സുഹൃത്തെ, പറയൂ. നായകഃ പിന്നീട് പറയാണ് സാവധാനം ശൃണവന്തു. വളരെ ശ്രദ്ധയോടെ കേട്ടോളൂ. അസ്തി ഗോദാവരി തീരെ ഏകോ വിശാലഃ ശാൽമലി തരുഹു. ഗോദാവരി തീരത്ത് ഒരു വിശാലമായ ശാൽമലി മരം ഉണ്ടായിരുന്നു. തത്ര പ്രതിദിനം ദൂരദേശാത്. അവിടെ എല്ലാ ദിവസവും ദൂരദേശങ്ങളിൽ നിന്ന് പക്ഷിണഃ ആഗത്യ നിവസന്തി സ്മ. പക്ഷികൾ വന്ന് താമസിക്കുമായിരുന്നു. അത കഥാചിത് അങ്ങനെയിരിക്കെ ഒരിക്കൽ തത്ര അവിടെ കശ്ചിത് വ്യാധസ്തണ്ടുലഗണാൻ. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു വേട്ടക്കാരൻ തണ്ടുലഗണാൻ അരിമണികൾ വികീര്യ വിതറി ജാലം വിസ്തീര്യ വല വിരിച്ച് ച പ്രച്ഛന്നോ ഭൂത്വാ സ്ഥിതഃ. വല വിരിച്ചും ആരും കാണാത്ത രീതിയിൽ മറഞ്ഞു നിന്നു. തസ്മിന്നേവ കാലേ ചിത്രഗ്രീവ നാമ കപോതരാജഃ. ആ സമയം തന്നെ ചിത്രഗ്രീവ് എന്ന പേരുള്ള പ്രാവുകളുടെ രാജാവ് സപരിവാരഃ സ്വന്തം കുടുംബത്തോടൊപ്പം ആകാശമാർഗെ ഗച്ഛതി സ്മ. ആകാശം മാർഗ വഴി, അതായത് ആകാശം വഴി സഞ്ചരിക്കുകയായിരുന്നു. കേചന കപോതാഃ വനമധ്യേ തണ്ടുലഗണാൻ അവലോക്യ ലോഭാകൃഷ്ടാഃ അഭവൻ. ചില പ്രാവുകൾ കാടിന്റെ നടുവിൽ അരിമണികൾ കണ്ട് ആകൃഷ്ടരായി. തതോ ചിത്രഗ്രീവഃ തണ്ടുലഗണ ലുബ്ധാൻ കപോതാൻ അവദത്. അപ്പോൾ ചിത്രഗ്രീവൻ അരിമണികളിൽ ആകൃഷ്ടരായ പ്രാവുകളോട് പറഞ്ഞു, കുതോ അത്ര നിർജ്ജനേ വനേ തണ്ടുലഗണാനാം സംഭവഃ തത് നിരൂപ്യതാം. എവിടുന്നാണ് ജനവാസം പോലുമില്ലാത്ത കാട്ടിൽ അരിമണികൾ ഉണ്ടാവുക? അത് ചിന്തിക്കൂ, അതിനെക്കുറിച്ച് ചിന്തിക്കൂ. കശ്ചിത് വ്യാധോ അത്ര ഭവേത്. ഏതോ വേട്ടക്കാരൻ ഇവിടെ ഉണ്ട്. സർവദാ അവിചാരിതം കർമ്മം നാ കർത്തവ്യം. ഒട്ടും ചിന്തിക്കാതെ ഒരു കാര്യവും ഒരിക്കലും ചെയ്യരുത്. ഏതത് വചനം ശ്രുത്വാ കശ്ചിത് കപോതഃ സദർപ്പം അവദത്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഒരു പ്രാവ് അഹങ്കാരത്തോടെ പറഞ്ഞു. എന്താ പറഞ്ഞേ? പറയാണ് ആഹ് കിമർത്ഥം മേപമുച്യതേ. എന്തിനാ ഇങ്ങനെ പറയണേ? വൃദ്ധാനാം വചനം ഗൃഹ്യാമാപത്കാലേ ഹ്യുപസ്ഥിതേ സർവത്രൈവം വിചാരയിതു ഭോജനീയ പ്രവർത്തനം. അതായത് വൃദ്ധാനാം വചനം ഗൃഹ്യാം ആപത്കാലേ ഹ്യുപസ്ഥിതേ സർവത്രൈവം വിചാരയിതു ഭോജനീയപി അപ്രവർത്തനം. അതായത് ഇവിടെ പറയാണ്, ആപത്ത് വരുമ്പോൾ മാത്രം മുതിർന്നവരുടെ വാക്കുകൾ സ്വീകരിക്കേണ്ടതുള്ളൂ. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെ അമിതമായി ചിന്തിക്കുകയാണെങ്കിൽ, അതായത് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഒന്നിനും പുറപ്പെടാൻ കഴിയില്ല. തസ്യ വചനം ശ്രുത്വാ അവൻ്റെ വാക്കുകൾ കേട്ട്, അതായത് ആ പ്രാവിൻ്റെ വാക്കുകൾ കേട്ട് ചിത്രഗ്രീവസ്യ ച അവജ്ഞാം കൃത്വാ ചിത്രഗ്രീവനെ അവഗണിച്ചും സർവേ കപോതാഃ എല്ലാ പ്രാവുകളും ഭൂമോ അവതീര്യ നിലത്തിറങ്ങിയിട്ട് തണ്ടുലഗണാൻ ഭോക്തും പ്രവർത്താഃ അരിമണികൾ കഴിക്കാൻ തുടങ്ങി. അനന്തരം അതിനുശേഷം തേ സർവേ അവരെല്ലാവരും
തേന ജാലേന ആ വലയിൽ ബദ്ധാഹ അഭവൻ. കുടുങ്ങിപ്പോയി, ബന്ധിതരായി. തതോ യസ്യ വചനാത് ആരുടെ വാക്കുകൾ കേട്ടാണോ കബോദാസ് തത്ര ബദ്ധാസ്താം പ്രാവുകൾ അവിടെ കുടുങ്ങിപ്പോയത്, സർവേ എല്ലാവരും തിരസ്കുറുവന്തി സ്മ എല്ലാവരും അവനെ തിരസ്കരിക്കാൻ തുടങ്ങി, അതായത് കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇതം ദൃഷ്ട്വാ ചിത്രഗ്രീവഃ അവദത്. ഇത് കണ്ട ചിത്രഗ്രീവൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? പറയാണ്, അയം അസ്യ ദോഷോന, ഇത് ഇവന്റെ തെറ്റല്ല. അനാഗത വിപത്തിം കോവ ജ്ഞാതും സമർത്ഥഃ, വരാനിരിക്കുന്ന ആപത്ത് ആർക്കാണ് അറിയാൻ സാധിക്കുക? അതോ അസ്മിൻ വിപത്കാലേ, അതായത് അതഃ അസ്മിൻ വിപത്കാലേ, അതുകൊണ്ട് ഈ കഷ്ടകാല സമയത്ത്, ഈ ആപത്ഘട്ടത്തിൽ, അസ്മാഭിഹി നമ്മൾ, അസ്യ തിരസ്കാരം അകൃത്വ ഇവനെ കുറ്റപ്പെടുത്താണ്ട്, കശ്ചന ഉപായ ചിന്തനീയഃ എന്തെങ്കിലും ഉപായം ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഇവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കാണ്ട് എന്തെങ്കിലും ഒരു ഉപായം നമുക്ക് ചിന്തിക്കാം എന്ന് പറയാണ്. യതോ ഹി വിപത്കാലേ വിസ്മയ ഏവ കാപുരുഷ ലക്ഷണം. എന്താന്ന് വെച്ചാൽ കഷ്ടകാല സമയത്ത് ധൈര്യം ചോർന്നു പോകുന്നത് തന്നെ ഭീരുക്കളുടെ ലക്ഷണമാണ്. സത്പുരുഷാണാം ലക്ഷണം തു, സജ്ജനരുടെ ലക്ഷണമാണേ വിപതി ധൈര്യമത അഭ്യുദയേഷമ സദസി വാക്പടുത യുധി വിക്രമഃ യശസി ചാഭിരുചിർ വ്യസനം ശ്രുതൗ പ്രകൃതി സിദ്ധമിതം ഹി മഹാത്മനാം. ഇത് നമുക്ക് അന്വയം നോക്കാം. വിപതി ധൈര്യമത അഭ്യുദയേഷമ സദസി ച വാക്പടുത യുധി വിക്രമഃ യശസി ച അഭിരുചിഃ ശ്രുതൗ വ്യസനം ഇതം മഹാത്മനാം പ്രകൃതി സിദ്ധമസ്തി. അതായത് ആപത്ത് വരുമ്പോൾ ധൈര്യം കാണിക്കുക, ഐശ്വര്യമുണ്ടാകുമ്പോൾ ക്ഷമയോടിരിക്കുക, സഭയിൽ ചാതുര്യത്തോടെ സംസാരിക്കുക, യുദ്ധരംഗത്ത് പരാക്രമം കാണിക്കുക, കീർത്തി സമ്പാദിക്കുന്നതിൽ താല്പര്യം കാണിക്കുക, കേൾക്കാനുള്ള ഹാബിറ്റ് ഉണ്ടാവുക എന്നിവയെല്ലാമാണ് മഹാത്മാക്കളുടെ സ്വഭാവ ഗുണങ്ങൾ. അതോ അധൂന അസ്മാഭിഹി, അതുകൊണ്ടിപ്പോൾ നമുക്ക് ധൈര്യം അവലംബ്യ, ധൈര്യം സംഭരിച്ച് പ്രതികാര ചിന്ത്യതാം, പ്രതിവിധി ചിന്തിക്കാം. ഇതിനെന്താണ് ഒരു പ്രതിവിധി എന്ന് ചിന്തിക്കാം. പ്രിയമിത്രാണി, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലഘൂനാമപി വസ്തൂനാം സംഹതിഃ കാര്യസാധികാ ഭവതി ഇതി നീതിവചനം ലോകസിദ്ധം. ചെറിയ വസ്തുക്കൾ കൊണ്ട് പോലുമുള്ള കൂട്ടായ്മ വലിയ കാര്യങ്ങൾ പോലും സാധിക്കാൻ സഹായിക്കുന്നു എന്ന നീതിവചനം ലോകപ്രസിദ്ധമാണ്. അതഃ അതുകൊണ്ട് അസ്മാഭിഹി സർവൈഹി നമ്മളെല്ലാവരും ഏകചിത്തീഭൂയ ഒറ്റ മനസ്സോടെ ജാലമാധായ വലയെടുത്ത് ഉടിയതാം, പറന്നുയരുക. ഏവം വിചാര്യ സർവേ പക്ഷിണഃ, ഇങ്ങനെ ചിന്തിച്ച് എല്ലാ പക്ഷികളും ജാലമാതായ ഉത്പതിതാഃ വലയെടുത്ത് മുകളിലേക്ക് പറന്നുയർന്നു. അനന്തരം അതിനുശേഷം സവ്യാധഃ ആ വേട്ടക്കാരൻ സുദൂരാത് ജാലാപഹാരകാൻ താൻ അവലോക്യ ദൂരേന്ന് തന്നെ വല മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന അവരെ കണ്ട് പശ്ചാത് അധാവത് പുറകെ ഓടി. പരം തസ്യ ദൃഷ്ടിപഥാത് ദൂരം ഗതേഷു പക്ഷിഷു, പക്ഷേ അവൻ്റെ കൺവെട്ടത്തു നിന്ന് ദൂരേക്ക് പക്ഷികൾ പോയപ്പോൾ സവ്യാദോ നിവൃത്തഃ ആ വേട്ടക്കാരൻ തിരിച്ചുപോയി. അഥ വ്യാധം നിവൃത്തം ദൃഷ്ട്വാ അപ്പോൾ വേട്ടക്കാരൻ പോകുന്നത് കണ്ട് കപോതാഹ ഉക്തവന്തഃ പ്രാവുകൾ പറയാൻ തുടങ്ങി. എന്താണ് പറഞ്ഞത്? സ്വാമീൻ, ഹേ സ്വാമി, കിമിദാനിം കർത്തും ഉചിതം, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇത് കേട്ട ചിത്രഗ്രീവൻ എന്താ പറഞ്ഞേ? ചിത്രഗ്രീവ ഉവാച്ച്, പ്രിയ കപോതാഹ, പ്രിയപ്പെട്ട പ്രാവുകളെ, അസ്മാകം മിത്രം ഹിരണ്യകോ നാമ മൂഷകരാജ, എൻ്റെ കൂട്ടുകാരൻ ഹിരണ്യക് എന്ന പേരുള്ള എലികളുടെ രാജാവ് ഗണ്ഡകീ തീരെ ചിത്രവനെ നിവസതി, ഗണ്ഡകീ തീരത്ത് ചിത്രവനത്തിൽ താമസിക്കുന്നുണ്ട്. സ്വസ്മാകം പാഷാൻ ദന്തബലേന ചേത്സ്യതി,
അതായത് സ അസ്മാക്കം പാഷാൻ ദന്തബലേന ചേച്യതി. അവൻ നമ്മുടെ വലയെ പല്ലിൻ്റെ ബലം കൊണ്ട് മുറിച്ചു മാറ്റും. ഏതത് ആലോച്യ, ഇങ്ങനെ ചിന്തിച്ച് സർവേ ഹിരണ്യകസ്യ വിവരസമീപം ഗതാഹ. എല്ലാവരും കൂടി ഹിരണ്യകൻ താമസിക്കണ മാളത്തിൻ്റെ അടുത്തേക്ക് പോയി. ഹിരണ്യകശ്ച സർവദാ, ഹിരണ്യകനാകട്ടെ എപ്പോഴും അനിഷ്ടശങ്കയാ അപകടം പേടിച്ച് ശതദ്വാരം വിവരം കൃത്വാ നിവസതി. 100ഓളം വാതിലുകളുള്ള മാളം ഉണ്ടാക്കിയിട്ടായിരുന്നു താമസിച്ചിരുന്നത്. തതോ ഹിരണ്യകഃ കപോതാനാം അവപാതഭയാത്. അപ്പോൾ ഹിരണ്യൻ പ്രാവുകളുടെ കൂട്ടത്തോടെ വന്നിറങ്ങിയ ഭയം കാരണം ചകിതസ്തൂഷ്ണിം സ്ഥിതഃ, ഞെട്ടി മിണ്ടാതിരുന്നു. ചിത്രഗ്രീവ ഉവാച്ച്. അപ്പം ചിത്രഗ്രീവ് പറഞ്ഞു. എന്താ പറഞ്ഞേ? സഖേ ഹിരണ്യക്, കൂട്ടുകാരാ ഹിരണ്യ, കിം അസ്മാഭിഹി സഹ ന സംഭാഷസേ, നീ എന്താണ് ഞങ്ങളോട് സംസാരിക്കാത്തത്? തതോ, അപ്പോൾ ഹിരണ്യക തത് വചനം പ്രത്യഭിജ്ഞായ, ഹിരണ്യ ആ ശബ്ദം തിരിച്ചറിഞ്ഞ് ആനന്ദേന സന്തോഷത്തോടെ ത്വരയാ വേഗത്തിൽ ബഹിഃ നിരസിത്യ വെളിയിലിറങ്ങി അബ്രവീത് പറഞ്ഞു. എന്താ പറഞ്ഞേ? ആഹ് പുണ്യവാനസ്മി, മമ പ്രിയ സുഹൃത്ത് ചിത്രഗ്രീവഃ സമായാതഃ. ആഹാ, ഭാഗ്യവാനാണ് ഞാൻ, എൻ്റെ പ്രിയ സുഹൃത്ത് ചിത്രഗ്രീവ് ഇതാ വന്നിരിക്കുന്നു. പാശബദ്ധാൻ കപോതാൻ ദൃഷ്ട്വാ, വലയിൽ കുടുങ്ങിയ പ്രാവുകളെ കണ്ട് സവിസ്മയം അത്ഭുതത്തോടെ ക്ഷണം സ്ഥിത്വാ, ഒരു നിമിഷം നിന്ന് അവദത് ചോദിച്ചു. എന്താ ചോദിച്ചേ? സഖേ, ഹേ കൂട്ടുകാരാ, കിമേതത്, ഇതെങ്ങനെ? ചിത്രഗ്രീവു അവദത്, ചിത്രഗ്രീവ് പറഞ്ഞു. എന്താ പറഞ്ഞേ? സഖേ, കൂട്ടുകാരാ, ഏതത് അസ്മാകം വിചാരഹീനതായാഹ ഫലം, ഇത് ഞങ്ങളുടെ വിവേകമില്ലായ്മയുടെ ഫലമാണ്. തശ്രുത്വാ ഹിരണ്യകഃ ചിത്രഗ്രീവസ്യ ബന്ധനം ചേത്തും സത്വരം ഉപസർപ്പതി. ഇത് കേട്ട ഹിരണ്യൻ ചിത്രഗ്രീവൻ്റെ കെട്ടുകൾ മുറിക്കാനായി പെട്ടെന്ന് തന്നെ അടുത്തേക്ക് പോയി. തഥാ, അപ്പോൾ ചിത്രഗ്രീവോ അവദത്, ചിത്രഗ്രീവൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? മിത്ര, ഹേ കൂട്ടുകാരാ, മാമ ഏവം, അരുതരുത്, അതായത് പറയാണ്, അരുത്, അങ്ങനെ ചെയ്യരുത്. പൂർവം, ആദ്യം മതാശ്രിതാനാം, എന്നെ ആശ്രയിച്ചു കഴിയുന്ന ഏതേഷാം, ഇവരുടെ പാഷാൻ ചിന്തും, കെട്ടുകളെ മുറിക്കൂ. പശ്ചാത് മമ, പിന്നീട് എൻ്റെ. അതായത് പ്രാവുകളുടെ രാജാവായ ചിത്രഗ്രീവൻ പറയാണ്, ആദ്യം എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ പോകുന്ന ഈ പ്രാവുകളുടെ കെട്ടുകൾ മുറിക്ക്, അതിനുശേഷം മാത്രം മതി എൻ്റേത് മുറിക്കുന്നത്. ഏതത് ആക്കണര്യ, ഇത് കേട്ടിട്ട് ഹിരണ്യകഃ, ഹിരണ്യൻ പ്രഹൃഷ്ടമനാഹ, സന്തോഷം നിറഞ്ഞ മനസ്സോടെ പുളകിതഃ സൻ, പുളകം കൊണ്ട്, അതായത് ത്രിൽഡായി, അബ്രവീത് പറഞ്ഞു. എന്താ പറഞ്ഞേ? സാധു മിത്ര, സാധു, നല്ലത് സുഹൃത്തെ, വളരെ നല്ലത്. അനേന ആശ്രിത വാത്സല്യേന ത്വം ത്രൈലോക്യസ്യാപി സ്വാമിത്വം പ്രാപ്തും യോഗ്യോ അസി. അനേന ആശ്രിത വാത്സല്യേന, ഈ ആശ്രിതരോടുള്ള കരുതൽ കൊണ്ട്, ത്വം നീ, ത്രൈലോക്യസ്യാപി 3 ലോകങ്ങളുടെ പോലും, സ്വാമിത്വം പ്രാപ്തും യോഗ്യോ അസി, സ്വാമിയാകാൻ യോഗ്യനാണ്. ആട്ടെ, പിന്നെന്താ സംഭവിച്ചേ? തതോ ഹിരണ്യകഃ, പിന്നീട് ഹിരണ്യൻ സുമിത്രൈഹി സഹ, സ്വന്തം കൂട്ടുകാരനോടൊപ്പം, സർവേഷാം കപോതാനാം, എല്ലാ പ്രാവുകളുടെയും ബന്ധനാനി ചിനത്തി സ്മ, കെട്ടുകൾ മുറിച്ചു മാറ്റി. സർവേ കപോതാഹ, എല്ലാ പ്രാവുകളും പാശവിമുക്താഹ അഭവൻ, ബന്ധനത്തിൽ നിന്ന് മുക്തരായി. അതായത് എല്ലാ പ്രാവുകളും വലയിൽ നിന്ന് മുക്തരായി. സഹർഷം പുനഃ, പിന്നെയും സന്തോഷത്തോടെ, ഉടിയ, പറന്ന്, ആകാശമാർഗേണ ഗച്ഛന്തഃ, ആകാശമാർഗം വഴി പോകവേ, സർവേ കപോതാഹ, എല്ലാ പ്രാവുകളും
രാജാനാം ചിത്രഗ്രീവം രാജാവായ ചിത്രഗ്രീവനെ പ്രശംസിച്ചു. എന്താ പറഞ്ഞേ? ഭവതഃ നീതിശിക്ഷയാ നായകധർമ്മേണ ച വയം സർവേ സുരക്ഷിതാഃ. അതായത് ഇവിടെ പറയാണ്, അങ്ങയുടെ ബുദ്ധിപരമായ ഉപദേശവും മികച്ച നേതൃത്വവും കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സുരക്ഷിതരായി ഇരിക്കുന്നത്. ധന്യാഹ് വയം, വി ആർ ബ്ലെസ്ഡ്. കഥാം ശ്രാവയിത്വാ നായകഃ, കഥ പറഞ്ഞു കൊടുത്തിട്ട് ലീഡർ സർവാൻ എല്ലാവരെയും സംബോധയതി അഡ്രസ് ചെയ്തു. ഇതെന്താ പറഞ്ഞേ? പറയാണ്, മിത്രാണി, ഹേ കൂട്ടുകാരെ, ആപദ്ഗ്രസ്താഹ കപോതാഹ, അപകടത്തിൽപ്പെട്ട പ്രാവുകൾ, ബുദ്ധിബലേന, ബുദ്ധിശക്തി കൊണ്ടും, സംഘടന സാമർഥ്യേന ച, കൂട്ടായ്മയുടെ ശക്തി കൊണ്ടും, ആത്മസംരക്ഷണം കൃതവന്തഃ, സ്വയം രക്ഷ ചെയ്തു. തർഹി കിമർത്ഥം വയം സംഘടിതാഃ ഭൂത്വാ ആത്മസംരക്ഷണം കർത്തും ന ശക്നുമഃ. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് സ്വയം രക്ഷ ചെയ്തുകൂടാ? നായകസ്യ പ്രേരകവചനൈഃ ഉത്സാഹിതാഃ, ലീഡറിൻ്റെ ഇൻസ്പയറിംഗ് വേർഡ്സുകളാൽ ആവേശം കൊണ്ട്, സർവേ അപ്പി, എല്ലാവരും, ഭയം ശോകം സന്ദേഹം ച വിഹായ, ഭയവും ദുഃഖവും സംശയവും ഉപേക്ഷിച്ച്, സേതു നിർമ്മാണകാര്യെ സംലഗ്നാഃ ജാതാഃ, അതായത് പാലം നിർമ്മിക്കുന്നതിൽ ഏർപ്പെട്ടു, പാലം നിർമ്മിക്കാനായി തുടങ്ങി. ഭഗീരഥ പ്രയത്നൈഃ, അതായത് ഹാർഡ് വർക്കിലൂടെ, സേതു നിർമ്മാണം കൃത്വാ, പാലം നിർമ്മിച്ച്, തൈഃ സ്വീയ പ്രാണാഃ അന്യേഷാം ച പ്രാണാഃ, സ്വന്തം ജീവനും, അതായത് അവർ സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും, സംരക്ഷിതാഃ, രക്ഷിച്ചെടുത്തു. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.